സ്റ്റാർലിങ്ക് ഇടപാടിൽ ആശങ്കകളുണ്ട്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. തീവ്രവലതുപക്ഷ പ്രത്യയശാസ്ത്രത്തില് ഒരേ തൂവല് പക്ഷികളാണ് എന്നതുകൊണ്ട് മസ്കിനും ട്രംപിനും മുമ്പില് കീഴടങ്ങാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെങ്കില് അത് തുറന്നുകാണിച്ചേ തീരൂ. ഇന്ത്യയില് അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനരംഗത്തേക്ക് ഇലോണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് കടന്നുവരികയാണ്. ടെസ്ല, സ്പേസ് എക്സ്, സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് തുടങ്ങിയവയുടെ ഉടമയും ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാനിയുമായ ഇലോണ് മസ്ക് ഇന്ത്യ സന്ദർശിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യുഎസിലെത്തിയപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം സ്റ്റാർലിങ്കിന്റെ ഇന്ത്യന് പ്രവേശം ഉറപ്പാക്കാനായിരുന്നു. കേബിള് ബ്രോഡ്ബാൻഡോ 2G കണക്ഷനോ ഒന്നുമില്ലാതെ ഉപഗ്രഹങ്ങളില് നിന്ന് നേരിട്ട് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സ്റ്റാർലിങ്കിന് സാധിക്കും. രാജ്യത്തെ വിവരവിനിമയ രംഗത്തേക്ക് സ്റ്റാർലിങ്കിനെ ആനയിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും ഉയർത്തിയ അതിശക്തമായ എതിർപ്പില് ഇന്ത്യന് ആകാശത്തേക്ക് കടന്നുവരാനുള്ള നീക്കം മന്ദഗതിയിലാകുകയായിരുന്നു. ലേലമില്ലാതെ സ്പെക്ട്രം നൽകാനുള്ള കേന്ദ്ര തീരുമാനം സ്റ്റാർലിങ്കിന് വഴിയൊരുക്കാനായിരുന്നുവെന്ന് ആരോപിച്ചത് രാജ്യത്തെ ഏറ്റവും ശക്തരായ ഇന്റർനെറ്റ് സേവനദാതാക്കളായ എയർടെലും ജിയോയുമായിരുന്നു. ടവറുകളായും കേബിളുകളായും സ്പെക്ട്രമായും വന സംവിധാനം ഒരുക്കി വിപണിയില് വമ്പന് മുതൽമുടക്ക് നടത്തിയ ഈ കമ്പനികളുടെ എതിർപ്പ് മാറ്റാതെ സ്റ്റാർലിങ്കിനെ കൊണ്ടുവരാനാകുമായിരുന്നില്ല. പൊടുന്നനെ ഈ കമ്പനികൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇവര് മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിലേർപ്പെട്ടു കഴിഞ്ഞു. കേബിളുകള് വഴിയോ മൊബൈല് ഫോണ് നെറ്റ്വർക്കുകള് വഴിയോ വൈഫൈ പോലുള്ള ഏതെങ്കിലും ഉപാധികള് വഴിയോ ആണ് നിലവില് ഇന്റർനെറ്റ് ഡാറ്റ ലഭിക്കുന്നത്. എന്നാൽ കൃത്രിമോപഗ്രഹങ്ങളില് നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡുകള്. ചെറിയ ഡിഷ് ആന്റിനയും റിസീവറുമുണ്ടെങ്കിൽ എവിടെ നിന്നും നെറ്റില് കയറാം. 550 കിലോമീറ്ററിന് മുകളില് ലോ എർത്ത് ഓർബിറ്റ് നിലയുറപ്പിച്ച ഉപഗ്രഹ സഞ്ചയമാണ് ഡാറ്റാ സിഗ്നലുകള് ഭൂമിയിലേക്ക് വിടുന്നത്. സ്റ്റാർലിങ്കിനുവേണ്ടി സ്പേസ് എക്സ് കമ്പനി 7000 സാറ്റലൈറ്റുകള് ഇതിനകം ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു. ഇന്റർനെറ്റ് ലഭ്യതയില് വേഗം, വ്യാപ്തി, ഇടവില്ലാത്ത ലഭ്യത, പരിമിതമായ സ്വീകരണ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം സ്റ്റാർലിങ്ക് നൂതനമായ കുതിച്ചുചാട്ടം തന്നെയാണ്. എന്നാൽ ഇന്ത്യന് വിവരവിനിമയ രംഗത്ത് സ്റ്റാർലിങ്ക് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഉയരുന്ന ആശങ്കകള് ചില്ലറയല്ല. ഒന്നാമത്തെ പ്രശ്നം ആശ്രിതത്വം തന്നെയാണ്. അതിവേഗ ഇന്റർനെറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിനായി അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിയുമായി കൈകോർക്കുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് മേഖലയിൽ ആധിപത്യം സൃഷ്ടിക്കാൻ അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശീയമായ സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് മണിക്കൂറുകൾക്കകം ഇന്ത്യൻ കമ്പനികൾക്ക് സ്റ്റാർലിങ്കിനോടുള്ള എതിർപ്പ് ആവിയായിപ്പോയത്? സ്പെക്ട്രം ലേലം ചെയ്യാതെ നൽകാൻ തീരുമാനമെടുത്തത് എന്തിനാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നരേന്ദ്രമോദിക്കുള്ള ഊഷ്മള ബന്ധത്തിന്റെ ഭാഗമല്ലേ ഈ കൈകോർക്കലും? സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത നഷ്ടപ്പെടുത്തി അതിലേക്ക് ബഹുരാഷ്ട്ര കമ്പനികളെ അനായാസം കടത്തിവിടുകയെന്ന പ്രശ്നം സ്റ്റാർലിങ്ക് ഇടപാടിലുണ്ട്. ലേലത്തിലൂടെ മാത്രമേ സ്വകാര്യ കമ്പനികൾക്ക് സ്പെക്ട്രം അനുവദിക്കാവൂ എന്ന സുപ്രീം കോടതി വിധിയാണ് അട്ടിമറിക്കുന്നത്. സ്പെക്ട്രം മാത്രമല്ല, രാജ്യത്തിന്റെ ഓർബിറ്റൽ സ്ലോട്ടുകളും അമേരിക്കൻ കമ്പനിക്ക് കൈയടക്കാനുള്ള സാഹചര്യമൊരുങ്ങും. രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവപൂർണമായ ചോദ്യങ്ങളുമുണ്ട്. യുക്രൈനിലെ യുദ്ധമുഖത്ത് സ്റ്റാർലിങ്കിന്റെ സേവനം ആ രാജ്യത്തിന് നിർണായക മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. പ്രതിരോധ മേഖലയിലെ പ്രധാന സാന്നിധ്യമായി സ്റ്റാർലിങ്ക് മാറി. എന്നാൽ യുഎസുമായി ധാതു കരാറിന് യുക്രൈന് പ്രസിഡന്റ് വൊളോദമീർ സെലൻസ്കി വിമുഖത കാണിച്ചപ്പോൾ ഇലോണ് മസ്ക് ഭീഷണിയുമായി രംഗത്തെത്തി. ട്രംപിന് കീഴൊതുങ്ങിയില്ലെങ്കിൽ സ്റ്റാർലിങ്ക് സേവനം റദ്ദാക്കുമെന്നായിരുന്നു ഭീഷണി. ഒടുവിൽ സെലൻസ്കി മസ്കിന്റെ ഭീഷണിക്ക് വഴങ്ങുകയായിരുന്നുവെന്നോർക്കണം. ആരാന്റെ കൈ തലക്ക് വെച്ച് കിടന്നാൽ ഇങ്ങനെയിരിക്കും. അത്യാവശ്യ ഘട്ടത്തില് ഇന്റർനെറ്റ് സംവിധാനം നിർത്തിവെക്കണമെങ്കിൽ സ്റ്റാർലിങ്കിന്റെ കരുണക്ക് കാത്തുനിൽക്കേണ്ടിവരും. ഇനിയൊരു ഘട്ടത്തിൽ ഈ കമ്പനി തങ്ങളുടെ സേവനം പൊടുന്നനെ പിൻവലിച്ചാല് രാജ്യം കടുത്ത പ്രതിസന്ധിയിലാകുകയും ചെയ്യും. സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയില് തന്നെ കൺട്രോള് സെന്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചതായി സൂചനയുണ്ട്. ഓൺ ഓഫ് സംവിധാനത്തിനായി യുഎസിലെ സ്റ്റാർലിങ്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപകടം മണത്തുള്ള മുൻകരുതലാണിത്. ഏതായാലും അങ്ങേയറ്റം കരുതലോടെ നീങ്ങേണ്ട വിഷയമാണിത്. തീവ്രവലതുപക്ഷ പ്രത്യയശാസ്ത്രത്തില് ഒരേ തൂവല് പക്ഷികളാണ് എന്നതുകൊണ്ട് മസ്കിനും ട്രംപിനും മുമ്പില് കീഴടങ്ങാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെങ്കില് അത് തുറന്നുകാണിച്ചേ തീരൂ. ടെലികോം നെറ്റ്വർക്കുകളിലെ പോലെ നിയമപരമായ നിരീക്ഷണം, കോള് ചോർത്തല്, ഇന്റർസെപ്ഷന് തുടങ്ങിയവക്ക് വ്യവസ്ഥകൾ വരണം. ഇന്ത്യൻ കമ്പനികളുമായി ഉണ്ടാക്കുന്ന സ്റ്റാർലിങ്ക് കരാര് ഹ്രസ്വകാലത്തേക്കായിരിക്കണം. കൂടുതൽ കടുത്ത നിബന്ധനകൾ വെക്കണം. ലോ എർത്ത് ഓർബിറ്റ് സ്ലോട്ടിലെ നല്ല പങ്കും മസ്ക് കൈയടക്കി കഴിഞ്ഞു. ചൈനയും ഇന്ത്യയുമൊക്കെ കാഴ്ചക്കാരായി നിന്ന് ഉപഗ്രഹങ്ങൾ അയക്കാതിരുന്നാല് മാരകമായ കുത്തകയായി സ്റ്റാർലിങ്ക് മാറും.